ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ബ്ലൗസ് കിട്ടിയാൽ ഒരളവ് ബ്ലൗസ് കിട്ടിയാൽ എങ്ങനെയാണ് അതിന് അളവെടുത്ത് തയ്ക്കുക എന്നുള്ളത് ഉള്ള വീഡിയോ ആണ് ഇടുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ പിന്നെ ഏതളവിലുള്ള ബ്ലൗസും തയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യം ഇറക്കവും വണ്ണവും നോക്കുക. ഇങ്ങനെ പിടിച്ചാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെ പിടിച്ച് നമുക്കറിയാൻ പറ്റും. ഇത് 15.5 ഉണ്ട്. വലിച്ചു പിടിക്കരുത്. ഇത് 15 നല്ല ഹൈറ്റുള്ളൊരു കുട്ടിയുടെ ബ്ലൗസാണ്. പിന്നെ അതേപോലെ നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് അതും നമുക്കറിയാൻ പറ്റും. നമ്മൾ ഇവിടേക്ക് പിടിക്കരുത്, ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിച്ച് ഇവിടെ നിന്ന് പിടിക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് 9, 26, 36 ഇഞ്ചുള്ള 36 ചെസ്റ്റ് അളവുള്ളൊരു ബ്ലൗസാണ്. ഇങ്ങനെ അളവെടുത്താൽ മതി. 36 ഇങ്ങനെ അളവെടുക്കുക. അപ്പോൾ നമ്മൾ ഇറക്കം 15.5 ഇല്ലേ, ഞാൻ 1.5 ഇഞ്ച് കൂട്ടി എടുക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലുള്ള വക്കല്ലേ, ഇവിടെ ഒന്ന് മടക്കി ആദ്യം അടിക്കും ബാക്ക് ഭാഗം, പിന്നെ 1 ഇഞ്ച് ഇങ്ങനെ മടക്കി അടിക്കും, പിന്നെ മുകളിൽ 1/4 ഇഞ്ച് പോകും. 1.25 എന്തായാലും എടുക്കണം, എന്നാലേ ഉണ്ടാവുള്ളൂ ബാക്ക് അടിക്കാൻ. അപ്പം നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പീസാണ് കരുതിക്കോളൂ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു ബ്ലൗസ് പീസാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ എടുക്കണം. ഇങ്ങനെ മടക്കിയിട്ട്, ഇതിപ്പോൾ ചെറിയൊരു പീസാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മടക്കിയെടുക്കണം, വണ്ണവും അതുപോലെ ഇറക്കവും. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ്. 15.5 അല്ലേ, 1.25 ഇഞ്ചേലും കൂട്ടണം. അപ്പം നമ്മളൊരു 15.5 അല്ലേ, അപ്പോൾ ഒരു 16.75 നമുക്ക് കൂട്ടണം. ഇനി ലേശം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒന്ന് മടക്കി കൂടുതൽ അടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ വണ്ണം നമ്മൾ എത്ര പറഞ്ഞ് 36. അപ്പോൾ 9 കൂടെ 36ൻ്റെ 1/4 അപ്പോൾ 9 കൂടെ നമുക്ക് 2 ഇഞ്ച് കൂട്ടിയിരിക്കണം. അപ്പോൾ 11 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തണം. ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ള വണ്ണത്തിൽ കൂടെ 2 ഇഞ്ച് കൂട്ടും. 4/1 എന്നിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുക്കും. അളവൊന്നിങ്ങനെ വരച്ചു കൊടുക്കും. പിന്നെ ഷോൾഡറാണ്. ഷോൾഡർ ഇപ്പോൾ നമ്മൾ 32 ഇഞ്ചിൻ്റെയും 36 ഇഞ്ചിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓരോ അളവുകളുടെയും ഷോൾഡർ എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ഇത് 6 ഇഞ്ചാണ് ഷോൾഡർ. ഇവിടെ അങ്ങനെ ഷോൾഡർ അടയാളപ്പെടുത്തുക. അതേ ഷോൾഡർ തന്നെ നമ്മൾ താഴത്തേക്ക് കൈ കുഴി അടയാളപ്പെടുത്തുക. അതൊന്നിങ്ങനെ വരച്ചു കൊടുക്കുക. അതൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഒന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഒന്നും കൂടി കുഴിച്ചു കൊടുക്കുക. ഇങ്ങനെ കുഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകലം 2.5 എടുക്കുന്നുണ്ട്. 2.5 വരെ ആവാം 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ബ്ലൗസിന്. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഏത് കഴുത്ത് വേണേലും ചെയ്യാം. പിന്നെ ഇവിടെ അകലം കൂടുമ്പോൾ നമ്മളിവിടെ കുറച്ച് ഈ ഇറക്കം കൂടുമ്പോൾ അകലം കൂടുമ്പോഴും ഈ ഇറക്കം കുറച്ച് കുറയ്ക്കുകയാണ് എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഷോൾഡർ ഇറക്കം കൂടുമ്പോൾ ഷോൾഡറും കുറച്ച് വരിക നല്ലത്. ഇന്ന് അതിങ്ങനെ വൈഡായിട്ട് കിടക്കില്ല. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വേസ്റ്റാണ് നോക്കാനുള്ളത് അടിയിൽ. അതിങ്ങനെ നമ്മൾ ഒരു ബ്ലൗസിൽ തന്ന ബ്ലൗസിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ഇവിടുന്ന് എത്ര വരുന്നത് നോക്ക്. 15.5 വരുന്നുണ്ട്. 15 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി 7.5. നിങ്ങളിങ്ങനെ 7.5യിൽ മാർക്ക് ചെയ്യുക. പിന്നെ നമുക്കൊരു ടക്ക് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ച് നമ്മളിങ്ങനെ ഈ ലൈനിലേക്ക് ഇത് 9 അല്ലേ, ഇത്
ഇതൊരു 9 ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഇതിലേക്ക് വരച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ഇതിലേക്ക് ഇത് ടക്ക് ഇടാനാണ്. ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇനി നമ്മളിത് വൃത്തിയായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. 1/2 ഇഞ്ച് ഒരു സ്ലോപ്പ് കൊടുക്കുക. നമ്മളിത് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ട് ഭാഗം അതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ട് ഭാഗം എപ്പോഴും എടുക്കുമ്പോൾ ഇതിനിപ്പോൾ 1.25 എടുത്തത്, അതിലും കൂടുതൽ എടുക്കണം. 2 ഇഞ്ച് ഇറക്കം എടുക്കണം. അപ്പോൾ 16.25 കൂടി 2 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കും. പിന്നെ മറ്റേനെ അടയാളപ്പെടുത്തിയ പോലെ തന്നെ 6 ഇഞ്ച് ഷോൾഡർ, ലൈനൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കും. 6 ഇഞ്ച് ഷോൾഡർ, അതേപോലെ തന്നെ ആം ഹോളും 6 ഇഞ്ച്. അപ്പോൾ ഈ ബാക്ക് പീസ് വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇങ്ങനെ കുഴിച്ച് കൊടുക്കുക. പിന്നെ ഫ്രണ്ട് കഴുത്ത് കുറച്ച് മതി, 6 ഇഞ്ച് മതി. അതും 2.5 ഇഞ്ച്. എന്നിട്ടൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ബോക്സ് ആക്കി കൊടുക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാക്ക് പീസിനേക്കാളും ഇവിടെ അടി ഭാഗമൊക്കെ ഒന്ന് ഒപ്പാക്കണം. ബാക്ക് പീസിനേക്കാളും 1 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കണം. 9 ഇഞ്ച് പോരാ. നമ്മളിവിടെ ഹുക്കും കുളത്തൊക്കെ വരില്ലേ, അതിനൊരു 1/2 ഇഞ്ചോളം മാറ്റിയിട്ട് വേണം അളവെടുക്കാൻ. ഇങ്ങനെ അളവെടുക്കാം. 9 ഇഞ്ച്. ഇവിടെ നമ്മൾക്ക് കുറച്ച് വൈഡാവാൻ വേണ്ടിയിട്ടൊരു 2.25 വരെ ആവാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവുക അറിയില്ല. ഇങ്ങനെ ഒരു ഭംഗിയാണ്. ഇങ്ങനെ വൈഡായിട്ട് പോയാൽ ഇവിടെയും കുറച്ച് പോകും. ഇനിയാണ് നമ്മൾ നോക്കേണ്ടുള്ളത്, ഇനി തന്നിട്ടുള്ള ബ്ലൗസിൻ്റെ ഇവിടെയാണ് കറക്റ്റ് ആവേണ്ടത്. ഇത് എത്രയാണ് നോക്ക്. ഈ ടക്ക് കുറച്ച് കയറ്റിയിട്ടിട്ടുണ്ട്. ഇതിട്ടിട്ടുള്ളത് 5 ഇഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 4 ഇഞ്ച്. ഇത് എത്രയാണ് നോക്ക്. ഇതേപോലെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നോക്കണം. ഇതിന് എത്രയാണ് നോക്ക്. ഇതിൻ്റെ 9.5 അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 9.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് എത്ര ഇട്ടിട്ടുള്ളത് നോക്കുക. ഇതിന് ടക്ക് ഒരുപാടുണ്ട്. ചെറിയ കുട്ടി പാൽ കുടിക്കാനുള്ള കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കുക. ഇട്ടിട്ടുള്ള 4.5 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ 4.5 തന്നെ ഇവിടെ ഇട്ട് 4.5. പിന്നെ നമ്മൾ ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് എത്രയാണ് കൊടുത്തിട്ടുള്ളത് നോക്കുക. 13 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തുമ്പിനുള്ള തുണി ഇട്ടതിന് ശേഷം ഇത്ര മറന്നുപോയി. ഇവിടെ ഈ തുമ്പിനുള്ളത് വിട്ടതിന് ശേഷം ഈ ടെക്കിലേക്ക് പെരിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ശരിക്കും ആക്കിയതാണ്. ഇത്രയാണ് നോക്കുക. 13.5. അപ്പം അത് ആണോ നോക്കി നോക്കുക. കറക്റ്റ് നോക്കി നോക്കും. 13.5 ഈ ഫസ്റ്റ് ഒരു കുത്തിട്ടത് വരുന്നത്. ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിന് എത്ര ടക്ക് ഇട്ടിട്ടുള്ളത് നോക്കുക. ടക്കിൻ്റെ വീതി 1.5 ഇഞ്ചാണ്. അപ്പോൾ ആ 1.5 ഇഞ്ച് 2 സൈഡിലേക്കും അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പാല് കുടിക്കാനുള്ളൊരു പെൺകുട്ടിയുടെ ബ്ലൗസാണ്. ഒരുപാട് ടെക്കിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് നല്ല ഉള്ളതുകൊണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മളിങ്ങനെ ഒരു ലൈന് വെറുതെ വരച്ച് കൊടുക്കുക. വരച്ച് കൊടുക്കുക. ഇനി ഇവിടുന്ന് ഈ
പട്ടുണ്ടല്ലോ ഇവിടെ അടിയിലുള്ളതിനുള്ള അളവാണ് നോക്കണം. എത്ര വരുന്നത്? 4 വരുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് മേലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെയൊന്ന് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ നോക്കി ഇങ്ങനെ നോക്കി ഈ സെൻറ്ററിൽ ഒന്ന് നമുക്ക് അതിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് ഒരു ടക്ക് കൂടെ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് ഒരു ടക്ക്. ഈ പറഞ്ഞൊരു പ്രത്യേകതയുള്ള ബ്ലൗസാണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇവിടേക്കും 2 ഇഞ്ച് മേലേക്ക് ഇങ്ങനെ ഒരു ടക്ക്. സെൻറ്ററായി പോയി. ഇവിടെ വരും, ഇങ്ങനെ വരും. ഇതല്ല, ഇങ്ങനെ വരും. ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് വരും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ കുറച്ചിങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക, കുഴിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യുക ഷോൾഡർ കൂട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ടക്കുകൾ ഇതാട്ടോ ഫസ്റ്റ് ടക്ക്. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ആദ്യം കളയുക. പിന്നെ ഇങ്ങനെ കഴുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ ഈ കുഴിച്ചോടത്ത് കൂടെ കട്ട് ചെയ്യുക. നമുക്കിതിൻ്റെ വണ്ണം നോക്കിയില്ലേ, നമ്മൾ 9 ഇഞ്ച് നോക്കി ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് നോക്കാം നമുക്ക്. എത്രയും പറഞ്ഞത് 7.5. നമ്മളിവിടെ പറഞ്ഞത് 7.5 പറഞ്ഞത്. ഈ 1.5 ഇഞ്ച് ടക്കിന് പോകുമല്ലോ, അതും കൂടി നമ്മൾ നോക്കണം. ബാക്കി തയ്യൽ തുമ്പ് കറക്റ്റാണ്. നമ്മൾ ഈ അളവിന്ന് ഇതിലേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇതിന്ന് ഇതിലേക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് കറക്റ്റാണ്. ഇനി നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ 2 പിന്ന് കുത്തി കൊടുക്കുക. അവിടെയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നോളും. പിന്നുണ്ട്, അത് കുത്തി കൊടുക്കുക. എന്നിട്ട് കഴുത്ത് കട്ട് ചെയ്യുക. ഇവിടെ വൃത്തിയായിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഫസ്റ്റ് ഈ വലിയ ടക്ക്, ഈ ഫസ്റ്റിലെ ടക്ക് ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ടക്കുകൾ ഇടും. അതിന് ശേഷം നമ്മൾ ഇത് പിടിപ്പിക്കുക. ഇത് ഇനി വേറെ 2 എണ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വെച്ച് കൊടുക്കുക. ഇനി സാധാരണ തയ്ക്കുന്ന പോലെ നമുക്കിത് ശ്രദ്ധിച്ചാൽ എല്ലാ അളവിലുള്ള ബ്ലൗസുകളും തയ്ക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ പറയുന്നത് പോലെ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.